സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. ഹാവ് എ വെരി വെരി ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് ഡേ, ശുഭദിനം. ധന്യമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വലിയ വലിയ ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്തു തീർക്കാനും ഓരോ പ്രവൃത്തിയും ആസ്വദിക്കാനും ആവശ്യത്തിന് മാത്രം സംസാരിക്കാനും ആവശ്യമുള്ളയിടത്ത് സഹായം കൊടുക്കാനും അത്യാവശ്യമെങ്കിൽ സഹായമെടുക്കാനും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ജീവിതത്തിലെ ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ എത്ര വളർന്നിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ. ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. വളരുന്നതാണ് ജീവനുള്ളതിന്റെ ലക്ഷണം. ജീവനുള്ളതിന്റെ ലക്ഷണം വളർച്ചയാണ്. സ്റ്റാഗ്നേഷൻ, മരണം എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് വളർച്ചയില്ല. അത് അവസാനത്തെ വളർച്ചയുടെ ബിന്ദുവാണ്. നമ്മൾ മരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വളരണം. ഇങ്ങനെയാ വളരുക? ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട്, സാമ്പത്തികമായിട്ട്, ഭൗതികമായിട്ട്, ശാസ്ത്രീയമായിട്ട്, സാങ്കേതികമായിട്ട്, സാമൂഹികമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് വളരാൻ സാധിക്കുമോ വളരുക. സന്തോഷിക്കുക, സന്തോഷിപ്പിക്കുക. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ ചെയ്തുകൊണ്ടേ പോവുക. അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ പ്രവൃത്തി ചിലപ്പോൾ കൂടുതൽ തളരും, ചിലപ്പോൾ വളരും. അതാ കൃഷ്ണൻ പറഞ്ഞത്. കർമ്മത്തിൽ അധികാരമുണ്ട്, കർമ്മഫലത്തിൽ അധികാരമില്ല. കർമ്മഫലത്തിൽ അവകാശമില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല, അധികാരമില്ലെന്നേ പറഞ്ഞുള്ളൂ. എന്ത് നല്ല വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് പോവാം. നമ്മുടെ ഓഫീസിലാണെങ്കിലും നമ്മളെ തളർത്തുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക, കഴിയുന്നത്രയും ഇടപെടാതിരിക്കുക. നമ്മളെ വളർത്തുന്ന എല്ലാത്തിലും ഇടപെടുക. എന്ത് രസമാണതല്ലേ? നമ്മളെ തളർത്തുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക, നമ്മളെ വളർത്തുന്ന എല്ലാത്തിലും ഇടപെടുക. അങ്ങനെ ധന്യമാക്കുന്ന ഒരു സന്ദേശം ആണ് ത്രിശികി ബ്രാഹ്മണോപനിഷത്തില്. അതിന്റെ രണ്ടാം ഭാഗമാണ്. ഇന്നലെ നമ്മൾ ഒന്നാം ഭാഗമാണ് കേട്ടത്. ഇത് യഥാർത്ഥത്തിൽ ഒരു യോഗോപനിഷത്താണ്. യോഗ കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. ചെറിയ ഉപനിഷത്താണ്, എന്നാലും ധാരാളം കാര്യങ്ങൾ ഓരോ വരിയിൽ വിവരിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കണ്ട. എന്നാലും നമ്മളുടെ പൂർവ്വസമ്പത്ത്, നമ്മൾ ഒരു ഗ്ലോബ് നോക്കി ഈ ലോകത്തെ അറിയുന്നത് പോലെ, മാപ്പ് നോക്കി ഭാരതത്തെ അറിയുന്നത് പോലെ, നമ്മളൊരു നമ്മളെ കുറിച്ച് അറിയാൻ കുറേയൊക്കെ ഉപകരിക്കുന്ന ഒരു എത്തിനോട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഉപനിഷത്തുക്കളും വേദങ്ങളും എല്ലാം. വളരെയധികം താല്പര്യമുള്ള വിഷയങ്ങളിലും ആൾക്കാർക്ക് വേണമെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാം. അല്ല, ഒന്ന് കേട്ട് ഇതൊക്കെയാണല്ലേ അതിലുള്ളത് എന്നേ ഉപരിപ്ലവമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളൂവെങ്കിൽ അത്ര മനസ്സിലാക്കാം. അതാണ് ഉപനിഷത്തുക്കളില്. പിന്നെ അഗാധമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ പഞ്ചഭൂതങ്ങള്, അങ്ങനെ പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് ഭൂമിയുടെ സൃഷ്ടി, ഭൂമിയില് വ്യത്യസ്തങ്ങളായ സസ്യലതാദികളുടെ വളർച്ച, പിന്നെ ഇവയ്ക്കെല്ലാം മനുഷ്യൻ എന്ന മൃഗത്തിന്റെ പ്രത്യേകത, മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത മനുഷ്യന്റെ പ്രത്യേകത, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളുടെ വിവരണം. എന്താണ് ജാഗ്രത അവസ്ഥ, എന്താണ് സ്വപ്നാവസ്ഥ, എന്താണ് ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി, അതിന്റെ അവസ്ഥ. അങ്ങനെ
മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങള്, ആ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ധർമ്മങ്ങളായി മാറുക? അതിലൂടെ യമനിയമങ്ങള്, യോഗയിലേക്ക് കടക്കാണ്. ഇത്രയും വിവരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടില് ഇപ്പൊ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞാല് പിന്നെ പതുക്കെ യോഗ എന്ന വിഷയത്തിലേക്ക് കടക്കുന്നു. യമനിയമങ്ങള്. യമങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, അതാണ് യമങ്ങള്. ശൗചം, സന്തോഷം, സ്തപ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, അത് നിയമങ്ങള്. ഈ യമനിയമങ്ങളിലൂടെ ജീവിതത്തിലെ ശുദ്ധീകരണം ആരംഭിക്കുക. സ്വാഭാവികമായിട്ടും മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വികസിച്ചു വന്നതാണ് എന്ന് ദശാവതാരം പറയുന്നു. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ഇതി തേ ദശ. അതിൽ പുതിയതായിട്ട് പണ്ടുള്ളവർ ചേർക്കാത്തത് ആണ് 11ാമത്തെ കൊറോണ എന്നുള്ളത്, 12ാമത്തേത് സോഷ്യൽ മീഡിയ. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച കൃഷ്ണ കൊറോണ സോഷ്യൽ മീഡിയ ഇതി ദ്വാദശ. 12 അവതാരങ്ങൾ ഉള്ളതിൽ അതില് 11ഉം 12ഉം അവതാരങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ്. ഹൈന്ദവ സംസ്കാരത്തിലുള്ളവർ ഭാരതീയരുമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഗംഭീരമായിട്ട് നമുക്ക് അതുപയോഗിച്ച് വീണ്ടും വീണ്ടും ഇന്റലക്ച്വൽ ഗ്രോത്ത്, എക്കണോമിക്കൽ ഗ്രോത്ത്, സോഷ്യൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, മെന്റൽ ഗ്രോത്ത്, സൈക്കോളജിക്കൽ ഗ്രോത്ത് ബെസ്റ്റാണ്. സോഷ്യൽ മീഡിയ ബെസ്റ്റാണ്. ഒരു ഗുരുവിനെയും അന്വേഷിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകണ്ട. നിങ്ങൾ ഏത് സൗദി അറേബ്യയിലാണെങ്കിലും, ഏത് ദുബായിലാണെങ്കിലും, ഏത് അമേരിക്കയിലാണെങ്കിലും, ഏത് പപ്പുവ ന്യൂഗിനിയയിലാണെങ്കിലും ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോകണ്ട. എല്ലാ ഗുരുക്കന്മാരും പോക്കറ്റിലുള്ള മൊബൈൽ ഫോണിലുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വളരുക, വികസിക്കുക. ഇപ്പൊ നമ്മള് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വികസിക്കുന്നു, വളരുന്നു, ഉയരുന്നു. അങ്ങനെയുള്ള ആ യമനിയമങ്ങള്, ജ്ഞാനകർമ്മങ്ങൾ, അറിവ് നേടാൻ എന്തൊക്കെ ചെയ്യണം, എന്നിട്ട് ഹഠയോഗം എങ്ങനെ പഠിക്കണം, അതാണ് നമ്മൾ യോഗ ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു യോഗ ഉപനിഷത്താണ്. ഹഠയോഗ വിദ്യ. പിന്നെന്താ, നമ്മുടെ യോഗാസനങ്ങൾ, സ്വസ്തികാസനം, ഗോമുഖാസനം, വീരാസനം, പത്മാസനം, ബദ്ധാസനം, കുക്കുടാസനം, ഉത്ഥാനാസനം, ധനുരാസനം, സിംഹരൂപകാസനം, ഭദ്രാസനം, മുക്താസനം, മയൂരാസനം, മത്സ്യപീതകാസനം, പശ്ചിമ ഉത്ഥാനാസനം, സുഖാസനം. വളരെ പ്രധാനപ്പെട്ട യോഗാസനങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപശാഖകളുണ്ട്. ഇത് പ്രധാനപ്പെട്ട യോഗാസനങ്ങളാണ്. ത്രിശിഖി ബ്രാഹ്മണോപനിഷത്തിലെ 2ാമത്തെ ഭാഗത്തില് പറയുന്ന ഉപനിഷത്തുകൾ: സ്വസ്തികം, ഗോമുഖം, വീരം, പത്മം, ബദ്ധം, കുക്കുടം, ഉത്ഥാനം, ധനു, സിംഹരൂപകം, ഭദ്രം, മുക്തം, മയൂരം, മത്സ്യപീതകം അല്ലെങ്കിൽ മത്സ്യാസനം, പീതാസനം, രണ്ടാക്കിയാലും കുഴപ്പമില്ല. പശ്ചിമ ഉത്ഥാനാസനം, സുഖാസനം. ഈ യോഗാസനങ്ങളുടെ സവിസ്തര വിവരണമാണ് ഇതിനുള്ളത്. ഇപ്പൊ നമ്മളുടെ യോഗ പതഞ്ജലിയുടെ യോഗാസനത്തിൽ മാത്രമല്ല, ഉപനിഷത്തുക്കളെയും യോഗ നല്ലോണം വിവരിക്കുന്നുണ്ട്. ഹഠയോഗം, യോഗാസനങ്ങൾ കൂടുതലും വിവരിക്കുന്നത് ഉപനിഷത്തുക്കളിലാണ്, യോഗോപനിഷത്തുക്കളില്. പിന്നെ പ്രാണായാമ വിധി, എങ്ങനെയാ പ്രാണായാമം ചെയ്യേണ്ടത്, പിന്നെ പ്രാണായാമത്തിന്റെ മഹത്വം, അത് കുണ്ടലിനി ശക്തിയെ എങ്ങനെയാണ് ഉണർത്തുന്നത് എന്നുള്ളത്. പഞ്ചപ്രാണന്റെ സ്ഥാനങ്ങള്, ശരിക്കു പറഞ്ഞാല് പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന, അങ്ങനെ പഞ്ചപ്രാണൻ. പിന്നെ ആത്മാൻ, പഞ്ചപ്രാണൻ. ഈ പഞ്ചപ്രാണൻ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, സയൻസ് പരമായിട്ട് കൂടുതൽ അതിന് വിവരിക്കാൻ ഉണ്ടാവില്ല. അത് യോഗയിലൂടെ തന്നെ പോകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. 10 നാഡികളുടെ പ്രത്യേകത, അതിലൂടെ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ എയർ എന്നല്ല ഇവിടെ അർത്ഥം. അല്ലെ, ഇലക്ട്രോണുകളുടെ പ്രവാഹം, ഡോപ്പമീൻ തുടങ്ങിയ മെസ്സേജ് ബ്രെയിനിൽ നിന്ന് ആ ലൊക്കേഷനിലേക്കും, ലൊക്കേഷനിൽ നിന്ന് ബ്രെയിനിലേക്കും വേദനകളും സുഖത്തിന്റെ ഇമ്പൾസും ഒക്കെ പോകുന്നതാണ് വായു പ്രവാഹം. പണ്ടൊക്കെ ആയുർവേദ വൈദ്യന്മാർ വന്ന് വായുവിന്റെ അസ്ഥിതയാണ് അല്ലേ എന്ന് ചോദിക്കും. വായുവിന്റെ അസ്ഥിത എന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിൾ എന്നല്ല അർത്ഥം. കാരണം മെസ്സേജ് പോണില്ല. ബ്രെയിനിൽ നിന്ന് കാലിലേക്ക്, ബ്രെയിനിൽ നിന്ന് കയ്യിലേക്ക്, ബ്രെയിനിൽ നിന്ന് നാക്കിലേക്ക്, ബ്രെയിനിൽ നിന്ന് മൂക്കിലേക്ക് മെസ്സേജ് പോണില്ല.
വായു എന്ന് പറഞ്ഞാൽ പ്രവാഹമാണ്. പൃഥിവി, അപ്പ്, തേജ, വായു. ഈ വായു എന്ന് പറയുന്നത് എയർ അല്ല. മെസ്സേജ് പോകുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിൻ തുടങ്ങിയ മെസ്സേജ് പോകുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രവർത്തനം നോർമൽ അല്ലെങ്കിൽ തലയിൽ ഉദിക്കുന്ന മെസ്സേജ് കാലിലേക്ക് എത്താൻ ചിലപ്പോ ഒരു അല്പം വൈകിയാൽ മനസ്സ് മുമ്പോട്ട് പോവുകയും ചെയ്തു, കാല് മുമ്പോട്ട് പോയുമില്ല, ആള് വീഴും. കാരണം തലച്ചോറനുസരിച്ച് മനസ്സ് മുമ്പോട്ട് പോയി, മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു കാലിന്, പക്ഷെ കാല് മെസ്സേജ് എടുത്തില്ല. 1 സെക്കൻഡിന്റെ 20-ൽ 1 അംശം ചിലപ്പോൾ വൈകിന്ന് വരും. വൈകുമ്പോഴത്തേക്കും മനസ്സ് പോയി, ശരീരം മുമ്പോട്ട് പോയി, കാല് മുമ്പോട്ട് പോയില്ല. അങ്ങനെ ആള് വീഴുന്നത്. ബ്രെയിനിന്റെ നല്ലൊരു പഠനമാണത്. ശരിക്കും പറഞ്ഞാല് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠനമാണ്. പലർക്കും പലതും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ശരിക്ക് കാലുണ്ടായിരുന്ന പട്ടാളക്കാരന്റെ കാല് മുറിച്ചു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് നടക്കും, കാരണം കാലുണ്ട് എന്നുള്ള ധാരണയാണ് തലച്ചോറിനകത്തുള്ളത്. പക്ഷെ കാല് മുറിച്ചു കളഞ്ഞു എന്ന ധാരണ തലച്ചോറെടുക്കാൻ 6 മാസം എടുക്കും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ യോഗ വിദ്യയിൽ നല്ലോണം വിവരിക്കുന്നുണ്ട്, അസലായിട്ട് വിവരിക്കുന്നുണ്ട്. ഇതിനകത്ത് 10 നാഡികളിലൂടെയുള്ള വായു പ്രവാഹം. ഇവിടെ അറിയാതെ പോലും എയറിന്റെ പ്രവാഹമാണെന്ന് ധരിക്കരുത്, മെസ്സേജിന്റെ പ്രവാഹമാണ്. അപ്പൊ വായു പ്രവാഹം, യോഗ വിധി പ്രകാരമുള്ള നാഡികളുടെ ഉത്തേജനം. ഈ യോഗ പ്രകാരം എങ്ങനെയാണ് നമ്മളുടെ നാഡികളെ, നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുക? ശരിക്കും പ്രാക്ടിക്കലാണത്. വളരെ നന്നായിട്ട് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാവുന്ന ഉത്തേജനം. ശാരീരിക സുഖം, ആധ്യാത്മിക ഉന്നമനം, ശരീരത്തിന് സുഖമായ അവസ്ഥയിൽ. ശരിക്കും ഞാൻ ഇന്ന് 10 മണിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന മണിച്ചിത്രത്താഴില് ഗംഗയോട് സണ്ണി പറയുന്നുണ്ട്. ഗംഗ ഇപ്പോൾ സന്തോഷവതിയാണ്, ഗംഗ സന്തോഷവതിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തൊരു രസമായിട്ടുള്ളതാണ്. മനസ്സിനകത്തുള്ള മറ്റുള്ളതെല്ലാം കളഞ്ഞ് സന്തോഷം കൊണ്ട് നിറയ്ക്കുക. സന്തോഷവതിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു സൈക്കോളജിക്കലി ഇതെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ 10 പൈസ ചെലവില്ലാതെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ശാരീരികമായ സുഖം, ആധ്യാത്മികമായ ഉന്നമനം, പരമാത്മധ്യാനം എല്ലാം മാറി. ആദ്യമൊക്കെ ഓങ്കാരത്തിൽ ധ്യാനിക്കണം, ഒരു ബിന്ദുവിൽ ധ്യാനിക്കണം, ശിവരൂപത്തിൽ ധ്യാനിക്കണം. പിന്നെ ഒരു രൂപവും ഇല്ലാതെ നിർഗുണോപാസന, സഗുണോപാസന കഴിഞ്ഞ് പിന്നെ നിർഗുണോപാസനയിലേക്ക് കടക്കാം. ഒരു രൂപവും ഇല്ലാതെ. ബുദ്ധിമുട്ടില്ല, പക്ഷെ അത്ര എളുപ്പവുമല്ല എന്നുള്ളത് മാത്രം ഓർമ്മിക്കാം. ധ്യാനത്തിലൂടെയുള്ള തുര്യാവസ്ഥ, യോഗ സാധന കൊണ്ട് ലഭിക്കുന്ന നല്ല ഗുണങ്ങള്, യോഗചര്യകളുടെ മഹത്വം, ഇതെല്ലാം സൂര്യ ഭഗവാൻ ഒരു ബ്രഹ്മജ്ഞാനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സൂര്യ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് ഒരു ബ്രഹ്മജ്ഞാനിക്ക് ഇത് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്താലും വിരോധമില്ല, പറഞ്ഞു കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. നമ്മളുടെ മുമ്പിൽ ഈ വിഷയമുണ്ട്, ആ വിഷയം നമുക്ക് പ്രയോജനപ്പെടുമെങ്കിൽ എടുക്കുക. അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം. ആർക്കും ചിലപ്പോൾ കാട്ടാളം പറഞ്ഞു കൊടുത്തു വരും, ചിലപ്പോൾ സമുദ്രമായിരിക്കും പറഞ്ഞു കൊടുക്കാം, ചിലപ്പോൾ ഹിമവാനായിരിക്കും പറഞ്ഞു കൊടുക്കാം, ചിലപ്പോൾ ഗരുഡൻ പറഞ്ഞു കൊടുക്കും. അഗ്നി പുരാണത്തിൽ അഗ്നിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഗരുഡ പുരാണത്തിൽ ഗരുഡനാണ് പറഞ്ഞു കൊടുക്കുന്നത്, മത്സ്യപുരാണത്തിൽ മത്സ്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്, വാമന പുരാണത്തിൽ വാമനനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ധാരാളം ഉണ്ട്. ഇതിലൊക്കെ ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഉപദേശിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് പ്രയോജനമുള്ളതുണ്ടോ? ഒരൊറ്റ വരിയാണ്, അതിൽ പ്രയോജനം ഇല്ല, വേണ്ട, എടുക്കണ്ട. പ്രയോജനമുള്ളത് ഉണ്ട് സാറേ, അതെടുത്തോളാം. എല്ലാം പ്രയോജനപ്പെടില്ല, ഇല്ല, പ്രയോജനപ്പെടുന്നത് മാത്രം എടുക്കുക. ഇതൊക്കെ എടുത്തിട്ട് എന്താ കാര്യം? ജീവിതത്തെ ധന്യമാക്കാൻ പറ്റുമെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയാലും ആശുപത്രിയിൽ പോയാലും പറ്റാത്തത് ഇതിലൂടെ പറ്റുമെങ്കിൽ അതിലൂടെ പോവുക. ഇല്ല, മെഡിക്കൽ ഷോപ്പിൽ പോയാലേ മതിയാവൂ, പോവുക, ഒരു കുഴപ്പമില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാലേ മതിയാവുള്ളൂ, ശരി, സൈക്കോളജിസ്റ്റിനെ കാണുക. അവിടെയും തീർന്നില്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടുമെങ്കിൽ ഇത് പ്രയോജനപ്പെടുക. ഇതൊക്കെ ജീവിതത്തിലെ, ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ്. അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും. ധന്യമായി ജീവിക്കാൻ അനുവദിക്കുക. നമുക്ക് സന്തോഷം ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കാം. എത്ര സാധിക്കുന്നു അത്രയും. അത് അഹിംസയുടെ രീതിയിലല്ല. അതായത് നമ്മളെ ഉപദ്രവിക്കാത്തവനെ ഉപദ്രവിക്കാതിരിക്കുക, നമ്മളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവനെ തിരിച്ചു കൊടുക്കാൻ ഭാരതവും വേദവും നമ്മുടെ എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും പറയുന്നു. അങ്ങനെ ഒരു ജീവിതമായിരിക്കണം. ഞാൻ ഒന്നിനും ഇല്ല, ഞാനൊരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി കഴിയാണ് ഗോപാലകൃഷ്ണ, അത് ജീവിതമല്ല, അത് ഭീരുവിന്റെ അപ്രോച്ചാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ധന്യമായിട്ട്
ഭൂമിയിലെ ജീവിതം നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ എന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം. നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആയുധം സോഷ്യൽ മീഡിയയാണ്. ഒരിക്കലും ഒരാളെയും ശാരീരികമായിട്ട് ധ്വംസിക്കാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആ ആയുധമാണ് 12ാമത്തെ അവതാരം. പ്രണാമം, നമസ്കാരം.